Hi guys, so welcome to another session of newspaper analysis brought to you by Island IAS Ignite Foundation. ഒരുപാട് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാണുന്നത്. ഹോപ്പ് യു ഹാഡ് എ വെരി ഫാന്റാസ്റ്റിക് ഓണം ദിസ് ഇയർ. തിരുവനന്തപുരത്തുള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡ്രോൺ ഷോ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് പത്രത്തിൽ അത് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ വണ്ടർഫുൾ ഫീസ് ഫോർ ഓൾ ദി കേരളൈറ്റ്സ്. അടിപൊളിയായിരുന്നു. ഞങ്ങളും ഓണമൊക്കെ ആഘോഷിച്ചു. അപ്പോൾ നിങ്ങളും ആഘോഷിച്ചുണ്ടാവും എന്ന് കരുതുന്നു. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ടു റീസ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇനി മുതൽ ഡെയിലി നമ്മൾ നേരത്തെ പോലെ തന്നെ ന്യൂസ് പേപ്പർ അനാലിസിസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മേജർലി September 8th ഇന്നത്തെ ന്യൂസ് ആർട്ടിക്കിൾസ് ആണ് നമ്മൾ പറയുന്നത്. ആൻഡ് കുറച്ച് റിക്വസ്റ്റ് ഉണ്ടായിരുന്നു, ലൈക്ക് നമ്മൾ പ്രീവിയസ് ഡേയ്സിലെ ആർട്ടിക്കിൾസ് എടുക്കുക എന്നുള്ളത്. പിന്നെ ബൈ നൗ യു മൈറ്റ് ഹവ് അണ്ടർസ്റ്റുഡ് നമുക്ക് എങ്ങനെയാണ് ക്ലാസ് പോകുന്നതെന്നുള്ളത്. ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അധികം ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യാൻ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ ആർട്ടിക്കിൾസ് പിക്ക് ഔട്ട് ചെയ്ത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എടുക്കാവുന്നതാണ്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ആർട്ടിക്കിൾസ് ഒക്കെ. അപ്പോൾ ഇന്ന് കുറച്ച് ആർട്ടിക്കിൾസ് നമ്മൾ ഇന്നലത്തെ FAQ പേജിലൊക്കെ വന്നതെന്നൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലെ ആർട്ടിക്കിൾസ് നമ്മൾ കവറപ്പ് ചെയ്യുന്നതായിരിക്കും മേജർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവങ്ങൾ. സോ യു നീഡ് നോട്ട് വറി അബൌട്ട് ദാറ്റ് മച്ച്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആക്ച്വലി കുറച്ച് നാൾ കഴിഞ്ഞ് തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് ലൈറ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ തന്നെ തുടങ്ങാം. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിരുന്നു GST 2.0 കുറിച്ച്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ഓപ്പൺ എഡിറ്റോറിയൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്നലത്തെ FAQ പേജിൽ വന്ന രണ്ട് സാധനങ്ങളാണ്. ഇപ്പോൾ ഇത് രണ്ടിനെയും ചേർത്താണ് നമ്മൾ പറയുന്നത്. പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ള ഒരു ഉമർ ഖാലിദ് കേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണ് നമുക്ക് നോക്കാം. അതുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് വേരിയിങ് പെർസ്പെക്റ്റീവ്സ്, രണ്ട് എഡിറ്റോറിയൽ ഓൺ ദി സെയിം ന്യൂസ് പേപ്പർ ഓൺ ദി സെയിം ഡേ വന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ മേ ബി യു മൈറ്റ് ഹാവ് ഒബ്സർവ്ഡ് യെസ്റ്റർഡേ ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞൊരു സംഭവം, മൂണൊക്കെ നല്ല ചുവന്നിരിക്കുന്ന കണ്ടിട്ടുണ്ടാവണം നിങ്ങൾ. അപ്പോൾ അതെന്താണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ദ ഹിന്ദുവിൽ വന്നിട്ടുള്ള എഡിറ്റോറിയലാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു സിസ്റ്റമിക് ആയിട്ടുള്ള ഫോൾസിനെ അഡ്രസ്സ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംഭവം. പിന്നെ ഒരു കക്ഷത്തീവ് എന്ന് പറയുന്നതാണ് നമുക്കൊരു കഴിഞ്ഞ വർഷം ഒരുപാട് ഭയങ്കര മേജർലി ന്യൂസിലുണ്ടായിരുന്നതാണ് ഇലക്ഷൻ്റെ സമയത്തൊക്കെ. അപ്പോൾ അത് ഇപ്പോഴും വീണ്ടും ഒരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് നമുക്ക് നോക്കാം. ഇത് ഇന്നലത്തെ ആർട്ടിക്കിളാണ്. അതുപോലെ തന്നെ ഇന്ന് വന്ന ഗവർണർ, നമ്മുടെ കേരള ഗവർണർ യൂണിവേഴ്സിറ്റി റിഫോംസ്, ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് കൊണ്ടുവരാനായിട്ടുള്ള റിഫോംസിനെ പുള്ളി ആക്ച്വലി ഒരു ആക്ഷൻ എടുത്തു. അത് എന്ത് ആക്ഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ അപ്പത്താനി ട്രൈബ്സ്, വെയർ ദേ ആർ ലൊക്കേറ്റഡ് ആൻഡ് വൈ ദേ വെർ ഇൻ ന്യൂസ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സോ വിത്തൗട്ട് മച്ച് അഡോ നമുക്ക് ഫസ്റ്റ് ആർട്ടിക്കിലേക്ക് നമ്മൾ പോവാണ്. അതൊരു ഓപ്പൺ എഡിറ്റോറിയലാണ്. നിങ്ങൾ കാണുമ്പോൾ ഇതൊരു ഇന്ന് വന്ന ഓപ്പൺ എഡിറ്റോറിയൽ ആയിരുന്നു. ഇത് ഇന്നലെ September 7th വന്ന ഒരു FAQ ആർട്ടിക്കിളാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇത് മൊത്തത്തിൽ പറയുന്നില്ല, നിങ്ങൾക്ക് വായിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നേരത്തെ ക്ലാസ്സിൽ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. സോ വി വോണ്ട് ബി ഗോയിങ് പോയിന്റ് ബൈ പോയിന്റ്. മേജർ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് തന്നെ, ഇത് ആക്ച്വലി എഴുതിയിരിക്കുന്നത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അപ്പോളോ ഹോസ്പിറ്റൽസിൻ്റെ ഒരു ഡയറക്ടറാണ്. അപ്പോൾ മെഡിക്കൽ ഫീൽഡും ഇൻഷുറൻസ് സെക്ടറും ഒക്കെ വെച്ചിട്ടാണ് ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് ഈ ഒരു ആർട്ടിക്കിൾ പോകുന്നത്. സോ 2/3 ഓഫ് ദി പോപ്പുലേഷൻ ആക്ച്വലി നമ്മുടെ 35 years ഓഫ് അണ്ടർ ഏജിലാണ്. നമ്മളിത് കണ്ടിരുന്നു. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കൺട്രിയുടെ ഒരു എക്കണോമിക് എഞ്ചിനായിട്ട് തന്നെ ഈ അണ്ടർ 35 ആൾക്കാർ 2/3 ഓഫ് ദി പോപ്പുലേഷൻ വരുമ്പം ആ ഒരു എക്കണോമി തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടി പോകുന്ന വർക്കിംഗ് ഏജ് പോപ്പുലേഷനാണ്. അപ്പോൾ ദേ ആർ ഗോയിങ് ടു ബി പവേർഡ് ബൈ ആസ്പിറേഷൻ, എൻ്റർപ്രൈസ് ആൻഡ് കൺസംഷൻ. അപ്പോൾ this demographic dividend is not merely a statistics, it is the pulse of an economy എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ആൻസേഴ്സ് എഴുതുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഏതെങ്കിലും വാക്കുകളും സെൻറ്റൻസസ് ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ആൻഡ് ദിസ് ഇസ് ഇൻക്രീസിംഗ്ലി യൂത്ത്ഫുൾ, അംബീഷ്യസ് ആൻഡ് ഗ്ലോബലി കണക്റ്റഡ്. ആ ഒരു കാലഘട്ടത്തിൽ ഈ GST 2.0 എന്ന് പറയുന്ന റിഫോം കൊണ്ടുവന്നത് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ മേജർ പുഷ് എന്നാണ് പറയുന്നത്. ബിക്കോസ് നമ്മൾ ഇതിനകത്ത് ദിസ് ഇസ് ആക്ച്വലി വി ആർ ഗോയിങ് ടു ടേക്ക് ദി അഡ്വാൻറ്റേജ് ഓഫ് ദിസ് പോപ്പുലേഷൻ. ബിക്കോസ് നമുക്ക് കൺസംഷൻ കൂട്ടണം, എൻ്റർപ്രൈസ് കൂട്ടണം, വിച്ച് മീൻസ് നമുക്ക് ഒരുപാട് സ്റ്റാർട്ടപ്സ് എക്കോസിസ്റ്റം കൊണ്ടുവരണം, ബിസിനസ് ഫ്രണ്ട്ലി എൻവയൺമെൻറ്റ് കൊണ്ടുവരണം. ഇതിനെയൊക്കെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ MSMEs നമ്മൾ പറയും, അത് നമ്മൾ ഈ ആർട്ടിക്കിൾ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് നമ്മൾ റേറ്റ്സ് ഒക്കെ സിംപ്ലിഫൈ ചെയ്തു, എസെൻഷ്യൽസിൻ്റെ കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അതുപോലെ തന്നെ എക്സംപ്റ്റിംഗ് സർവീസസ് സച്ച് ആസ് ഇൻഷുറൻസസ്, അത് GST ആയിട്ട് നമ്മൾ ഇതിനകത്ത് വന്നപ്പോഴത്തേക്കും ഇൻഷുറൻസ് ഓൺ ഇൻഡിവിജ്വൽ ഹെൽത്ത് പോളിസീസിൽ GST കട്ട് ചെയ്തു, 0% ആക്കി. അപ്പോൾ അതിനെ ബേസിക് ആണ് ഇതിനകത്ത് പറയുന്നത്. സോ ദിസ് ഇസ് ഗോയിങ് ടു സ്ട്രെങ്തൻ ദി ഹൗസ് ഹോൾഡ് പവർ, പർച്ചേസിങ് പവർ. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് കൺസംഷനാണ് 60% ഓഫ് ദി ഇന്ത്യയുടെ GDPയും അക്കൗണ്ട് ചെയ്യുന്നത്. അതായത് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറോ കമേഴ്ഷ്യൽ ആയിട്ടുള്ള സംഭവമല്ല, പ്രൈവറ്റ് ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറാണ് ദ മേജർ കമ്പോണൻറ്റ്. അപ്പോൾ ഹൗസ് ഹോൾഡ്സ് എത്രത്തോളം കൂടുതൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നോ അത്രത്തോളം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവും. സിമ്പിൾ ലോജിക്കാണ്. അതിന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ബിക്കോസ് നമ്മൾ ബാക്കിയുള്ള ലാർജ് എക്കണോമിക്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും
നമ്മുടെ പ്രൊപ്പോർഷൻ ആൻഡ് ദിസ് പ്രൈവറ്റ് കൺസംഷൻ ഇസ് വെരി ഹൈ. അപ്പോൾ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ സിംഗിൾ മോസ്റ്റ് പവർഫുൾ എഞ്ചിൻ ഓഫ് നാഷണൽ ഗ്രോത്ത്. അപ്പോൾ ഈ ഫാമിലീസിനൊക്കെ GST റേറ്റ് കട്ട് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടാക്സ് ലാഭിക്കാം. ഈ ടാക്സ് നമ്മൾ കൊടുക്കുന്ന സാധനം കുറയുമ്പോഴും നമുക്ക് ഡിസ്പോസിബിൾ ആയിട്ടുള്ള ഇൻകം, അതായത് നമ്മുടെ കയ്യിലുള്ള ബാക്കി പൈസ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഡിസ്പോസിബിൾ ഇൻകം എന്ന് പറയുന്നത്. ആഫ്റ്റർ ദി ടാക്സസ് ആൻഡ് ബാക്കിയുള്ള ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഡിസ്പോസിബിൾ ഇൻകം കൂടും. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി ട്രാൻസ്ലേറ്റിംഗ് ഇൻ ടു സിഗ്നിഫിക്കൻറ്റ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. കയ്യിൽ കാശുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മേടിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമല്ലോ. അത് തന്നെയാണ് ബേസിക് ലോജിക് പറയുന്നത്. ദിസ് ഈസ് ഗോയിങ് ടു അൺലീഷ് എ മൾട്ടിപ്ലയർ എഫക്റ്റ്. ആൻഡ് ബിക്കോസ് നമുക്ക് ആ ചെറിയൊരു മൈക്രോ ലെവലിൽ അഫോർഡബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മാക്രോ ലെവലിൽ എക്കണോമിയുടെ തന്നെ ഗ്രോത്ത് ആയിട്ട് മാറാനായിട്ടുള്ള ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഈ GST റിഫോംസ് മാറും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് എന്താ പറയുക, ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി മേക്കിംഗ് മച്ച് സെൻസ്. ഇതിനകത്ത് 2-3 കാര്യങ്ങൾ ഐ വോണ്ട് ടു മേക്ക് ഷുവർ യു അണ്ടർസ്റ്റാൻഡ് ദ ടേംസ്. അപ്പോൾ അതിനകത്ത് എക്സംഷൻ ഓൺ GST ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയംസ് ഈസ് പർട്ടിക്കുലർലി മീനിങ്. ഇതിനകത്ത് ഇന്ത്യാസ് ഇൻഷുറൻസ് പെനിട്രേഷൻ ഹാസ് ബീൻ ഹിസ്റ്റോറിക്കലി ലോ. ഇൻഷുറൻസ് പെനിട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഷുറൻസ് പെനിട്രേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഇൻഷുറൻസ് അടയ്ക്കുന്ന, അപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഇൻഷുറൻസ് അടയ്ക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രീമിയം കൊടുക്കും, അതായത് വർഷം ഇത്ര പൈസ വെച്ച് കൊടുക്കുന്നത്. ആ പ്രീമിയം, ദ ടോട്ടൽ ഓഫ് ഓൾ ദി പ്രീമിയംസ് കമ്പയർഡ് വിത്ത് ദ GDP ഓഫ് ദി കൺട്രി, അതാണ് പറയുന്നത്. അതായത് സം ടോട്ടൽ ഓഫ് പ്രീമിയംസ് ഡിവൈഡഡ് ബൈ ദി GDP, സിമ്പിൾ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് ആക്ച്വലി കൂടുന്തോറും അത് മീൻ ചെയ്യുന്നത് തന്നെ ദർ ഇസ് എ ഗ്രേറ്റർ അഡോപ്ഷൻ ആൻഡ് എന്താ പറയുക അക്സെപ്റ്റബിലിറ്റി അമംഗ് ദ പീപ്പിൾ ടു ഗെറ്റ് ഇൻഷുർഡ് എന്നുള്ള സംഭവം. അതിനാണ് നമ്മൾ ഇൻഷുറൻസ് പെനിട്രേഷൻ എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.7% ഓഫ് ദ GDP ആണ്. 3.7% ഓഫ് ദി GDP ആണ് ഇപ്പോൾ ഉള്ളത്. ആക്ച്വലി കോവിഡ് ടൈമിൽ 2022 ആ ഒരു ടൈമിൽ ഏകദേശം ഒരു 4.2 വരെയൊക്കെ പോയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 3.7 കുറഞ്ഞു. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലോബൽ ആവറേജ് എന്ന് പറയുന്നത് തന്നെ ആക്ച്വലി 7% വരും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻഷുറൻസ് പെനിട്രേഷൻ ഇസ് വെരി ലോ. ദാറ്റ് ഹാസ് ടു ബി പിക്ഡ് അപ്പ്. അപ്പോൾ അതിന് ഈ ഒരു കോസ്റ്റ് എന്ന് പറയുന്നതാണ് മേജർ ബാരിയർ ആയിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഈ ഒരു ടാക്സസ് നമ്മുടെ GST ഇല്ലാതാക്കുമ്പോഴത്തേക്കും അതിൻ്റെ കോസ്റ്റ് കുറയുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വി ഡോണ്ട് നോ, ചിലപ്പോൾ നമ്മുടെ ഈ ഇൻഷുറൻസ് കമ്പനി പ്രീമിയം ചിലപ്പോൾ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു എഫക്റ്റ് ഉണ്ടാവില്ല. ബട്ട് സ്റ്റിൽ ദ ഗവൺമെൻറ് ഹാസ് ഡൺ ദെയർ പാർട്ട് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി മൾട്ടിപ്ലയർ എഫക്റ്റ് ആൻഡ് ദിസ് വിൽ ഇൻക്രീസ് ദി ഇൻഷുറൻസ് പെനിട്രേഷൻ. അത് നമ്മുടെ സൊസൈറ്റി ആസസ്, നമ്മുടെ ഫാമിലീസിനെയും നമ്മുടെ സൊസൈറ്റിനെയും മോർ സെക്യൂർഡ് ആയിരിക്കും. അതായത് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ചിലവാകാതെ ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിസ്ക് നമ്മൾ ഷെയർ ചെയ്യും. അതിനാണ് ഇതിനകത്ത് പറയുന്നത്, വേർ ദ റിസ്ക് ഇസ് ഷെയർഡ് ആൻഡ് ദ സൊസൈറ്റി ഈസ് മോർ സെക്യൂർഡ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് MSMEസിനൊക്കെ അതാണ് നമ്മുടെ ഗ്രോത്ത് എഞ്ചിൻ. ബിക്കോസ് നമ്മുടെ GDPയിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഈ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അവർക്ക് ഈ കോംപ്ലക്സിറ്റീസിനൊക്കെ കുറച്ച് അൺഈവൻ ആയിട്ടുള്ള ടാക്സ് സ്ട്രക്ചറിനെയൊക്കെ നമ്മൾ റീഅഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി എൻകറേജിങ് മോർ ഫേംസ് ടു ഓപ്പൺ അപ്പ് ആൻഡ് എക്സ്പാൻഡ്. അപ്പോൾ അത് ചെയ്യുമ്പോഴത്തേക്കും ഓവറോൾ നമ്മുടെ എക്കണോമിയും ഗ്രോ ആവും. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് ദ യൂത്ത് ഡ്രിവൺ കൺസംഷൻ വിൽ ബി ഗോയിങ് ടു ക്രിയേറ്റ് എ വെർച്വസ് സൈക്കിൾ. എന്താ പറയുന്നത്? ബിക്കോസ് അഫോർഡബിലിറ്റി, ഈ പ്രോഡക്ട്സിൻ്റെ സാധനം ടാക്സ് കുറയും തോറും അഫോർഡബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അത് ചെയ്യുമ്പോൾ ഡിമാൻഡ് കൂടും. ഈ ഡിമാൻഡ് കൂടും തോറും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സും കൂടും. ആ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുമ്പം എംപ്ലോയ്മെൻറ്റും ജനറേറ്റ് ചെയ്യും ഇൻ വൺ വേ ഓർ ദി അതർ. അപ്പോൾ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യും തോറും നമ്മുടെ എക്കണോമിക് ഗ്രോത്തും ഉണ്ടാവും. അപ്പോൾ ഇതൊരു കൺസംഷനും കൂടുന്ന സമയത്ത് ദാറ്റ് ഈസ് ഗോയിങ് ടു ക്രിയേറ്റ് എ വെരി വിഷ്യസ് സൈക്കിൾ. അപ്പോൾ ഈ ഒരു ഇത് വെച്ച് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് നല്ലപോലെ പോകും. സോ GST 2.0 ഇസ് എ മെഷർ ദാറ്റ് വിൽ ബി ഗോയിങ് ടു ക്രിയേറ്റ് എ സെൽഫ് സസ്റ്റെയിനിങ് എക്കണോമിക് ഗ്രോത്ത് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ വേറെ ഇതിനകത്ത് കൂടുതൽ എന്താ പറയുക, ഇതിനകത്ത് കൂടുതൽ എങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. സോ നമുക്കത് നല്ലൊരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബി എ മെച്യൂർ ആൻഡ് കൺസംഷൻ ഡ്രിവൺ എക്കണോമി. അതുപോലെ തന്നെ അതിനകത്ത് GST 2.0 പ്രൊവൈഡ്സ് ദി ഫിസ്ക്കൽ ആർക്കിടെക്ചർ ടു ചാനൽ ദി യൂത്ത്ഫുൾ ആസ്പിറേഷൻ ടു എ നാഷണൽ മൊമെൻറ്റം. അപ്പോൾ ദിസ് ഈസ് ഗോയിങ് ടു ബിൽഡ് ദ ട്രസ്റ്റ്. ആൻഡ് ഇതുപോലെ തന്നെ നമുക്ക് സ്പെൻഡ്, സേവ് ആൻഡ് സെക്യൂർ ദ ഫ്യൂച്ചർ എന്നുള്ള മന്ത്രയിലേക്കുള്ളതാണ് GST 2.0 എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇൻഷുറൻസ് സെക്ടർ, ഇൻഷുറൻസ് പെനിട്രേഷൻ എന്താണെന്നുള്ള കാര്യമാണ്. അതിനകത്ത് മെഡിക്കൽ സെക്ടറിൽ നല്ലപോലെ ഒരു ഇമ്പാക്റ്റ് വരുന്നുണ്ട്. ഇത്ര കാര്യം മാത്രമേ പറഞ്ഞാൽ മതി. ഇതിനകത്ത് വിൽ ദ GST കട്ട് റേറ്റ് ബൂസ്റ്റ് ദി എക്കണോമി? ഇത് നമ്മൾ കണ്ടിരുന്നു. ഇത് എങ്ങനെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഗവൺമെൻറ് ഇത് ചെയ്യുന്നത് തന്നെ ഉദ്ദേശം തന്നെ കൺസംഷൻ കൂടുന്തോറും ഇതിനൊക്കെ വരുന്ന ലോസസ്, സ്റ്റേറ്റ്സിൻ്റെ ഫിയർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലോസ് വരുന്നത് ഏകദേശം നമ്മൾ ഇതിനകത്ത് പറയുന്നുണ്ട് 48,000 crore എന്നുള്ള കാര്യം. അപ്പോൾ അത് മാത്രമല്ല കൂടുതലൊന്നും പറയുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് കൺസംഷൻ കൂടുമ്പം ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ മേടിക്കും
കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ടാക്സ് റവന്യൂവും കൂടിക്കോളും എന്നുള്ളത് വെച്ചിട്ടാണ് പറയുന്നത്. ആദ്യം പറയുന്നത് വേറൊന്നുമില്ല, ഇതിൻ്റെ കഥകളാണ്. GST കൊണ്ടുവന്നത് വളരെ വലിയ സംഭവമാണെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് നടക്കുന്ന പരിപാടിയാണ്. 2021 മുതൽ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സ് ഇതിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷേ ഒരിടത്തും അത് എത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട് അപ്പോൾ ഇപ്പം പെട്ടെന്ന് ഈ ചേഞ്ചസ് വരുന്നത്? ഇതിനകത്ത് പറയുന്നതൊന്നും വേറൊന്നുമല്ല കേട്ടോ. നമ്മൾ ഒരുപാട് സ്ലാബ്സ് ഉണ്ട്, ആ സ്ലാബ്സ് ഒക്കെ കട്ട് ചെയ്ത് 4 സ്ലാബ്സിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇത് കാര്യം നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? കോമ്പൻസേഷൻ സെസ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനകത്ത് സെൻറ്റർ ലോൺ പേ ബാക്ക് ചെയ്യുന്നത് വരെ ആണ് ഇത് ഈ ഒരു കോമ്പൻസേഷൻ സെസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കാലാവധി തീരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉടനെ ഈ ചേഞ്ച് വരുന്നത്? അതിൻ്റെ റീസൺ വി ഹവ് ടോൾഡ് ബിഫോർ, ഈ കോമ്പൻസേഷൻ സെസ്സിൻ്റെ കാര്യം തന്നെയാണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കോമ്പൻസേഷൻ സെസ് പറയുന്നില്ല. നമ്മൾ പറഞ്ഞിരുന്നു 2026 വരെയാണ് നമുക്ക് ഈ കോമ്പൻസേഷൻ സെസ് നമ്മൾ ലീവ് ചെയ്യാനായിട്ടിരുന്നത്. അപ്പോൾ ഇത് ടൊബാക്കോയും സിൻ ഗുഡ്സിലും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഒറ്റയടിക്ക് 2026 ആകുമ്പോൾ ഈ ടാക്സ് ഇല്ലാതാകുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് ചീപ്പറാവും. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് സിൻ ഗുഡ്സ് എന്ന് പറയുന്നത് തന്നെ ഇതിനെ കൂടുതൽ ടാക്സ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ റിമൂവൽ ഓഫ് ദി സെസ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ബേസ് റേറ്റ്സ് ഓൺ ടൊബാക്കോ ആൻഡ് അതർ പ്രോഡക്ട്സ്, സിൻ ഗുഡ്സ് വിൽ ബി സിഗ്നിഫിക്കൻ്റ്ലി ചീപ്പർ. അപ്പോൾ ദാറ്റ്സ് എറ്റ് ദി ടൈം ലിമിറ്റ്. അപ്പോൾ നമ്മൾ 2021 മുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് പെട്ടെന്ന് ചെയ്യാൻ കാരണം വളരെ അടുത്ത് തന്നെ ആ റേറ്റ്സ് നമ്മളെ മാൻഡേറ്റ് പോകും. അപ്പോൾ അത് പോകുന്ന സമയത്ത് നമുക്കൊരു ഇത് വേണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒരു 40% റേറ്റിനകത്ത് ഇത് വെച്ചേക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ട്രംപിൻ്റെ താരിഫ് ഇത് വെച്ചിട്ട് അതിനകത്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്ന് ഇത് ഒഫീഷ്യലി സൈറ്റ് ചെയ്തിട്ടില്ല ഈ സംഭവം. ഒഫീഷ്യലി ദേ ഹവ് ഡിനൈഡ് ദിസ്. താരിഫുമായിട്ട് ബന്ധമില്ലെന്നാണ് പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അനൗൺസ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ പല സെക്ടേഴ്സിനും അത് വളരെ നല്ല സംഭവമാണ്. ബിക്കോസ് ഏകദേശം ഒരു 91% നമ്മൾ ഇതിനകത്ത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മാറ്റിയിട്ടുള്ളതിനകത്ത് 91%ഉം അതിൻ്റെ റേറ്റ് കട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 40 ഐറ്റംസിന് മാത്രമേ ഉള്ളൂ ഇൻക്രീസ് ചെയ്തിരിക്കുന്ന റേറ്റ്. അപ്പോൾ നമ്മുടെ ഈ റിന്യൂവബിൾ എനർജീസിലും മെഡിക്കൽ പ്രോഡക്ട്സിലും ഇതിനകത്തൊക്കെ നമുക്ക് റിയൽ എസ്റ്റേറ്റിലും ഒക്കെ നമുക്ക് ഈ സിമെൻറ്റിൻ്റെ GST ഇതൊക്കെ കുറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബൂസ്റ്റ്. പക്ഷേ ചില ഇതിനകത്ത് മാത്രം കുറച്ച് ഇതുണ്ട്, ലൈക്ക് അപ്രിഹെൻഷൻസ് ഉണ്ട്. ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രിയിൽ കുറച്ചെന്നുണ്ടെങ്കിലും 2500 കൂടുതലുള്ളതിനൊക്കെ 18% ആണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് ഈ അപ്പാരലൊക്കെ എക്സ്പെൻസീവ് ആവും എന്നൊരു കൺസേൺ ഉണ്ട്. അതുപോലെ തന്നെ വേറെ കുറച്ച് ഇൻഷുറൻസ് സെക്ടറിൽ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സംഭവം ഇത്രയും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇൻഷുറൻസ് സെക്ടറിൽ ചില ഭാഗത്ത് മാത്രം അത് ഒരു കൺസേൺസ് അത് വരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് ആക്ച്വലി ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഇത് വായിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇൻസ്റ്റാഗ്രാം നോക്കുന്ന സമയത്ത് വേറൊരു സാധനം കണ്ടത്. ദിസ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് us. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ GST 2.0 നമ്മളിപ്പം സൊമാറ്റോ സ്വിഗ്ഗി ഒക്കെ ഓർഡർ ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ കുറച്ച് കാശ് കൂടുതൽ കൊടുക്കേണ്ടി വരും നമ്മൾ സ്വിഗ്ഗി സൊമാറ്റോ വഴി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ബിക്കോസ് സെപ്റ്റംബർ 22 തൊട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനകത്ത് ഇത് when it is done via the apps, it is going to attract 18% GST on the delivery fee. നമുക്കറിയാവുന്ന ഡെലിവറി ഫീയിൽ ഒരു 18% അഡീഷണൽ GST വരും. 5% GST ഓൺ ദ ഫുഡ് പ്ലസ് ആ ഡെലിവറി ഫീനകത്ത് 18% GST വരും. ബിക്കോസ് ഇറ്റ് ഇസ് എ സർവീസ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി ഇപ്പോൾ ഡൊമിനോസിൽ നിന്നോ അങ്ങനെ വല്ലതും മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 5% ടാക്സ് മാത്രം കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോംസിൽ നിന്ന് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാശ് കുറച്ച് കൂടും. അപ്പോൾ ഇത് ഇച്ചിരി അത്ര നല്ല സന്തോഷമായിട്ടുള്ള ന്യൂസ് അല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ ഹോൾ തിങ്. സോ നമുക്കിനി അടുത്തൊരു ആർട്ടിക്കിളിലേക്ക് പോകാം. ഇത് 2 ഓപ്പൺ എഡിറ്റോറിയൽസ് ആണ് ദ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നിട്ടുള്ളത്. ആൻഡ് ബോത്ത് വെയർ കറസ്പോണ്ടിങ് ടു ദി ഉമർ ഖാലിദ് കേസ്. അപ്പോൾ ഈ ഡൽഹി ഹൈക്കോർട്ട് ഇപ്പോൾ they refused to grant the bail to Umar Khalid and 9 others who were actually they are actually accused. അവർ ഇപ്പോൾ കുറ്റാരോപിതരാണ്. നമ്മുടെ 2020 ഒരു ഡൽഹിയിൽ റയറ്റ്സ് ഉണ്ടായി കറസ്പോണ്ടിങ് ടു ദി പ്രൊട്ടസ്റ്റ് റിഗാർഡിങ് നമ്മുടെ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ലിനെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്രൊട്ടസ്റ്റ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അതിന് അവർ കോൺസ്പയർ ചെയ്തതാണ്, ഇങ്ങനൊരു റയറ്റ്സ് ഉണ്ടാക്കിയതാണ് എന്ന് വെച്ചിട്ട് അവർക്ക് UAPA നിയമത്തിൻ്റെ അടിയിൽ അവർ ടെററിസ്റ്റ് എന്ന് ബ്ലെയിം ചെയ്ത് ലൈക്ക് അവരെ ചാർജ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ ഏകദേശം 5 വർഷമായി 2020 അത് നടക്കുന്നത്. 5 വർഷമായിട്ടും അവർക്ക് ഇപ്പോൾ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഡൽഹി ഹൈക്കോർട്ട് അതിനെ നിരസിച്ചു. അപ്പോൾ അതിൻ്റെ 2 ഡിഫറിങ് വ്യൂ പോയിന്റ്സ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് ഈ ഒരു ഓത്തർ ഗുരു പ്രകാശ് എന്ന് പറയുന്ന ഓത്തർ നമുക്കത് ആരാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ പുള്ളിക്കാരൻ പറയുന്നത് തന്നെ അത് ചെയ്തതിൽ തെറ്റൊന്നുമില്ല. ബിക്കോസ് ദി courts actually decided the cases on merit by the law and by the constitution. അപ്പോൾ ബെയിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കും, കൊടുത്തുവിടാമെന്നുണ്ടെങ്കിൽ കൊടുക്കില്ല എന്നുള്ള ഒരു സിമ്പിൾ ടേംസിലാണ് പുള്ളി പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വൺ ഇൻഡിവിജ്വൽ, ഇറ്റ് ഇസ് അബൌട്ട് ഹൗ ദ ജുഡീഷ്യറി അപ്രോച്ചസ് എ പൊളിറ്റിക്കലി ചാർജ്ഡ് കേസ്. അപ്പോൾ ഇതുപോലെ പണ്ട് ഒരുപാട് കാര്യങ്ങളിൽ കോടതി കൃത്യമായിട്ടുള്ള നിലപാട് എടുത്തിട്ടുണ്ട്. ശ്രേയാ സിംഗൽ കേസ് എന്ന് പറയുന്ന ഒരു കേസിനകത്ത് ഒരു IT ആക്ടിൽ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 626A സ്ട്രൈക്ക് ഡൗൺ ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പുട്ടാസ്വാമി ജഡ്ജ്മെന്റ് എന്ന്
പറഞ്ഞ ജഡ്ജ്മെന്റിനകത്ത് നമ്മൾ റൈറ്റ് ടു പ്രൈവസിനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു. ആർട്ടിക്കിൾ 21 അടിയിൽ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് റൈറ്റ് ടു പ്രൈവസിനെ റെക്കഗ്നൈസ് ചെയ്തു. അതുപോലെ തന്നെ സെക്ഷൻ 377 ഡീക്രിമിനലൈസ് ചെയ്തു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത് ഇക്വാളിറ്റീനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ ഹാനികരിക്കുന്ന ഏതെങ്കിലും മെഷേഴ്സിനെ സുപ്രീം കോടതി ഓർ ദി ഹൈക്കോർട്ട്സ് ഹാവ് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ കോർട്ട്സ് ഹാവ് സ്ട്രക്ക് ദം ഡൗൺ. ദാറ്റ് ഈസ് ബിക്കോസ് ദേ വർക്ക് ഓൺ ദി ബേസിസ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദേ ഹാവ് റിസ്ട്രെയിൻഡ് ദെംസെൽസ് while deciding cases corresponding to terror, money laundering and narcotics. ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇൻഡിവിജ്വൽ ലിബർട്ടിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ഈ വക കാര്യങ്ങളിൽ നാഷണൽ സെക്യൂരിറ്റി മൈൻഡിൽ വെച്ചിട്ടാണ് അവർ ഈ ഒരു ജഡ്ജ്മെന്റ്സ് എടുക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. സോ ദ ഫെയ്ത്ത് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കനോട്ട് ബി സെലക്റ്റീവ്. ദിസ് ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടേക്ക് അവേ ദാറ്റ് യു ഹാവ് ടു ടേക്ക് ഫ്രം ദിസ് ആർട്ടിക്കിൾ. ബിക്കോസ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് വരുമ്പം ഓക്കെ കോടതി കൃത്യമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, ഇല്ല നമ്മൾ തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരു സാധനം കോടതി ശരിയെന്ന് പറയുമ്പോൾ അതൊക്കെ അവർ വെറും ബയസ്ഡ് ആണ്, കോടതിയൊക്കെ ആൾക്കാർ വിലയ്ക്ക് വാങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയുന്നത് തെറ്റാണ്. കാരണം ഇതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, ഇതിനകത്ത് നമുക്ക് ഫെയ്ത്ത് ഉണ്ടാവണം. ദാറ്റ് ഈസ് ദി അൾട്ടിമേറ്റ് തിങ് ഇൻ എ ഡെമോക്രസി എന്നുള്ള, പ്രത്യേകിച്ച് ജുഡീഷ്യറിയിൽ ഫെയ്ത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഡെമോക്രസി. അപ്പോൾ ആ കാര്യമാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് പറയുന്നത്. ബിക്കോസ് ഇപ്പോൾ അംബേദ്കർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻ ഇറ്റ്സ് ഫൈനൽ സ്പീച്ച്, ദി കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, പ്ലീസ് ടേക്ക് നോട്ട് ഓഫ് ദിസ് ടേം. ഇപ്രാവശ്യം മെയിൻസിനകത്ത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിനെ കുറിച്ച് അവർ ചോദിച്ചിട്ടുണ്ട്, 1-2 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇതിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറയുന്നത് ഈ ഫ്രെയിമേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു കാര്യം എൻവിസേജ് ചെയ്തായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു മൊറാലിറ്റിയാണ് ദാറ്റ് ക്രിയേറ്റ്സ് ഇൻ ദം. അപ്പോൾ ആ ഒരു എന്ത് ഉദ്ദേശത്തോടെയാണോ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്തത് അതേ ഉദ്ദേശത്തോടെയാണോ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വേണം. അപ്പോൾ അത് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല, ദാറ്റ് ഹാസ് ടു ബി കൾട്ടിവേറ്റഡ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഒരു നാച്ചുറൽ സെന്റിമെന്റ് അല്ല, അതിനെ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ട്രൂ ഡെമോക്രസിയിൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം മാത്രമല്ല, ബട്ട് ഓൺ ദ ഡിസിപ്ലിൻ ദാറ്റ് കംസ് വിത്ത് ദി റെസ്പെക്ട് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും നമുക്ക് റെസ്പെക്ട് വേണം, ദ ട്രസ്റ്റ് വേണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ പുള്ളി ഇങ്ങനെ പറയുമ്പോൾ വേറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ ഈ ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇതും ശരിയാണ് നമുക്ക് തോന്നും. ബിക്കോസ് സുപ്രീം കോടതി തന്നെ 50 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ട് ബെയിൽ ഇസ് ദ റൂൾ ആൻഡ് ജയിൽ ഇസ് എൻ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കേസസിനകത്തൊക്കെ കോടതികൾ രാത്രി തന്നെ ഈ ബെയിൽസ് ഒക്കെ കൊടുക്കുന്ന പല ഇൻസ്റ്റൻസസ് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ടും ഒരു ട്രയൽ പോലും ബിഗിൻ ചെയ്തിട്ടില്ല. ആ ഒരു UAPA കേസ് ചുമത്തി എന്നുള്ള കാരണത്തുകൊണ്ട് ട്രയൽ പോലും ബിഗിൻ ചെയ്യാത്ത ഒരാൾക്ക് ബെയിൽ ഇപ്പോഴും നിരസിക്കപ്പെട്ടിരിക്കുകയാണ്. അത് ശരിയാണോ എന്നുള്ള കാര്യമാണ് ഈ ഓഥർ ചോദിക്കുന്നത്. ഈ ഓഥറിനെ നമുക്ക് പിന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് സുപ്രീം കോടതിയിൽ നമുക്കറിയാം റൈറ്റ് ടു സ്പീഡി ജസ്റ്റിസ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, അതും അണ്ടർ ആർട്ടിക്കിൾ 21 ആണ്. അപ്പോൾ ഇത് വയലേറ്റ് ചെയ്യപ്പെടുന്നില്ലേ ഇങ്ങനെ 5 വർഷമായിട്ട് ട്രയൽ പോലും നടക്കാതിരിക്കുമ്പോഴത്തേക്കും? നമ്മൾ കുറച്ച് നാൾ മുമ്പേ പ്രിസൺ റിഫോംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അണ്ടർ ട്രയൽസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. ഏകദേശം 3/4 ഓഫ് ദി people who are in jail are under trials എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു. നമ്മളെ ക്യാഷ്ലെസ് ബെയിൽസ് റിഗാർഡിംഗ് ദി US എന്നുള്ള കാര്യം പറയുന്ന സമയത്തായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇതിനകത്ത് പല കേസുകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ പുള്ളിക്കാരി പറയുന്നത് തന്നെ ഇത് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഈ പറയുന്ന ഉമർ ഖാലിദ് ഉണ്ടല്ലോ, ഇദ്ദേഹം ഒരു വലിയ ബിസിനസ്മാൻ്റെ മകനോ അല്ലെങ്കിൽ വലിയ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളോ ആയിരുന്നില്ല. കാരണം ഒരു പൂനെ ബേസ്ഡ് ബിസിനസ്മാൻ, പുള്ളിക്കാരൻ ഒരു ആളെ ഇടിച്ച് 2 പേരെ അങ്ങ് കൊന്നു, ലൈക്ക് മോട്ടോർ ബൈക്ക് റൈഡേഴ്സിനെ, ബിക്കോസ് ഹി വാസ് ആക്ച്വലി ഡ്രങ്ക്. അത് ഓടിക്കുന്ന സമയത്ത് നല്ല പോർഷെ കാറിലൊക്കെ കൊണ്ട് ഇടിച്ചു. എന്നിട്ട് പുള്ളിക്ക് ബെയിൽ കൊടുത്തു. എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻ നിങ്ങൾ നോക്കണം, നല്ല രസമാണ്. റൈറ്റിംഗ് ആൻ എസ്സേ ഓൺ ആക്സിഡൻറ്റ്സ് ആൻഡ് വർക്കിംഗ് വിത്ത് ദ ട്രാഫിക് പോലീസ്. 2 പേര് മരിച്ചു. എന്നിട്ടാണ് ഈ ഒരു കണ്ടീഷനിൽ അവർക്ക് ബെയിൽ കിട്ടിയത്. പക്ഷേ ഇതുപോലെ ട്രയൽ പോലും നടക്കാത്ത ഒരാൾക്ക് ബെയിൽ കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഈ ഗുർമീത് റാം സിംഗ്, ചിലപ്പോൾ നിങ്ങൾ കണ്ടിട്ടാം, ഗോഡ്മാൻസ് ആണ്. അപ്പോൾ അവരൊക്കെ ഔട്ട് ഓഫ് ജയിലാണ് ഡെസ്പൈറ്റ് ദി ബീങ് പ്രൂവൻ ഗിൽറ്റി ഓഫ് മർഡർ ആൻഡ് റേപ്പ്. എന്നിട്ട് പോലും അവർക്ക് ബെയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഡിനൈ ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഈ ഓത്തർ ചോദിക്കുന്നത്, രേഖ ശർമ്മ. ബട്ട് ഐ ഷോ ഹൂ ഷീ ഈസ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ഉമർ ഖാലിദിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്. ഇപ്പോൾ ഉമർ ഖാലിദിനെ സപ്പോർട്ട് ചെയ്യണമെന്നല്ല ഈ ഓത്തർ പറയുന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ തീർച്ചയായിട്ടും ശിക്ഷിക്കണം അക്കോർഡിംഗ് ടു ലോ. പക്ഷേ ഈ ട്രയൽ പോലും നടത്താതെ ഇൻഡെഫിനറ്റ്ലി പുള്ളി അക്യൂസ് ചെയ്ത് ട്രയൽ നടത്താതെ ഈ ജയിലിൽ തന്നെ വെച്ചിരിക്കുന്നത് ഇറ്റ് ഇസ് റോങ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പ്രോസസ് ഇറ്റ് സെൽഫ് ഇസ് ബിക്കമിങ് എ പണിഷ്മെന്റ് ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി യൂസ് ടു ഡീഹ്യൂമനൈസ് ആസ് എ വെപ്പൺ ടു ഡീഹ്യൂമനൈസ് എന്നുള്ള കാര്യം. അപ്പോൾ ദിസ് ഇസ് എ വെരി സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഭയങ്കര ഡിഫറിംഗ് ആയിട്ടുള്ള വ്യൂ ആണ്. ഈ ആദ്യത്തെ ആർട്ടിക്കിൾ എഴുതിയത് BJPയുടെ നാഷണൽ സ്പോക്സ് പേഴ്സൺ ആണ്. പക്ഷേ രണ്ടാമത്തെ ആർട്ടിക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എഴുതിയിട്ടുള്ളത് ഫോർമർ ജഡ്ജ് ഓഫ് ദി ഡൽഹി ഹൈക്കോർട്ടാണ്. അപ്പോൾ യുവർ സെൽഫ് ക്യാൻ അഡ്ജഡ്ജ് ലൈക്ക്
എന്തിനായിക്കാണ് നമ്മൾ വെയിറ്റ് കൊടുക്കേണ്ടതെന്നുള്ളത്. പക്ഷേ ഐ എം നോട്ട് സെയിങ് ദറ്റ് ഈ കോൺഷ്യസ് കീപ്പർ എന്ന് പറഞ്ഞ ആർട്ടിക്കിളിനകത്ത് ഒന്നും എടുക്കാനില്ല എന്നുള്ളത്. ദ ഫെയ്ത്ത് ഇൻ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. അത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇവിടെ പറയുന്നതാണ് കുറച്ചുകൂടെ കറക്റ്റ്. ബിക്കോസ് നമ്മൾ ട്രയൽ നടത്തുക, അവരെ പണിഷ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ വെറുതെ ബെയിൽ ഡിനൈ ചെയ്ത് പോയി കഴിഞ്ഞാൽ ദേ മസ്റ്റ് ഓൾസോ ഗെറ്റ് ജസ്റ്റിസ് അല്ലേ. അപ്പോൾ ആ കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ഇതിൻ്റെ കൂടെ തന്നെ ഇന്നലെ തന്നെ നമ്മുടെ എക്സ് സി ജെ രമണ്ണ എന്ന് പറയും, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജഡ്ജാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ദ പ്രോസസ് ഹാസ് ബിക്കം ദി പണിഷ്മെൻറ്റ് ഇൻ അവർ ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇദ്ദേഹം ആക്ച്വലി കുറച്ച് ഫേമസ് ആണ്, മേ ബി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. 2021 ടൈമിലൊക്കെ ആയിരുന്നു ഇദ്ദേഹം CJ ആയിരുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ ഒരു കോൺഫറൻസിൽ പറഞ്ഞതാണ്. ജസ്റ്റ് ഐ ഹാവ് ഹൈലൈറ്റഡ്, ജസ്റ്റ് ഗോ റീഡ് ത്രൂ ഇറ്റ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിലതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഇറ്റ് ഇസ് ഇറോഡിങ് ദി പബ്ലിക് ട്രസ്റ്റ്. അതിന് സെവറൽ ഫാക്ടേഴ്സ് ഉണ്ട്. പെൻഡൻസി ഓഫ് ദി കേസസ്, പിന്നെ ഒരുപാട് കോസ്റ്റ് ഉണ്ട് ലിറ്റിഗേഷന്, പിന്നെ കുറേ പ്രൊസീജിയറൽ കംപ്ലയിൻസ്. ഇതിനകത്ത് ഒരു അഡ്വക്കേറ്റ് പറയുന്നുണ്ട് എത്രയോ 81 ടൈപ്സ് ഓഫ് ബെയിൽ ആപ്ലിക്കേഷനാണ് പല കോർട്സിലായിട്ടുള്ളത്. അപ്പോൾ ഓരോ സാധനത്തിനകത്ത് എങ്ങനെ ഫിൽ ചെയ്യണം എന്നൊക്കെ കോമൺ മാൻ അറിയില്ല. അപ്പോൾ ഇതൊക്കെ ഭയങ്കര കോംപ്ലക്സിറ്റീസ് ആണ്. അതുപോലെ തന്നെ ഏകദേശം 5 കോടിയോളം കേസസ് ഇപ്പോഴും പെൻഡിങ് ആണ്. ഹൈക്കോർട്സിൽ 33% ഓഫ് ദി ജഡ്ജസ് സീറ്റ് ആർ വേക്കൻറ്റ്. അത് കുറേ കാലങ്ങളായിട്ട് ഈ 33 to 34% വേക്കൻ്റ് ആയിട്ട് തന്നെ എപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്താലേ ഇതൊക്കെ ശരിയാവുള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫോർമർ ചീഫ് ജസ്റ്റിസ് യു ലളിത് പറയുന്നത് ഒരു ക്രിമിനൽ കേസും നെവർ കൺവിക്ഷൻ റേറ്റ് ഒരിക്കലും 20% കൂടുതലായിട്ടില്ല. നമ്മൾ മണി ലോണ്ടറിങ്ങിൻ്റെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് 3% സംതിങ് എങ്ങാണ്ടുമാണ് അതിന് കൺവിക്ഷൻ റേറ്റ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ഇഷ്യൂസ് ഉള്ളതാണ്. ദ പ്രോസസ് ഇറ്റ് സെൽഫ് ഇസ് ബിക്കമിങ് എ പണിഷ്മെൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇത്രയാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇനി നമ്മൾ ബ്ലഡ് മൂണിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. മേ ബി നിങ്ങൾ നല്ല കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് കാണുന്നത് പോലെ എന്താ പറയുക, മൂൺ കുറച്ച് റെഡിഷ് കളറിലായിട്ട് നമ്മൾ കണ്ടിരുന്നു. നിങ്ങൾ ഇന്നലെ പത്രം വായിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇതിനകത്ത് ഇന്നലെ വന്നിരുന്ന ക്വസ്റ്റ്യൻ കോർണർ എന്ന് പറഞ്ഞിട്ടുള്ളതിനകത്ത് വന്നതാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു ഹാവ് ടു നോ ഇസ്, ഈ ബ്ലഡ് മൂൺ എന്ന് പറയുന്നത് ടോട്ടൽ ലൂണാർ എക്ലിപ്സിൽ മാത്രമായിരിക്കും നടക്കുന്നത്. ഓൺലി ഓൺ ഡ്യൂറിങ് ടോട്ടൽ ലൂണാർ എക്ലിപ്സ്. ഈ ടോട്ടൽ ലൂണാർ എക്ലിപ്സ് ഏകദേശം ഒരു 2 to 3 ഇയേഴ്സിൻ്റെ ഇടയ്ക്ക് ഒരിക്കൽ മാത്രമേ ഇത് വരുള്ളൂ. അതുകൊണ്ടാണ് ഇത് ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ ഈ ബ്ലഡ് മൂൺ എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്നും കേട്ടിട്ടില്ലാത്തത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് റെഡായിട്ട് വരുന്നത്, ഒരു ഡാർക്ക് റെഡ് കോപ്പർ കളറായിട്ട് വരുന്നത്? ബിക്കോസ് ഓഫ് എൻ എഫക്റ്റ് കോൾഡ് റെയിലേ സ്കാറ്ററിങ്. നമ്മൾ ചിലപ്പം നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്തുകൊണ്ടാണ് സ്കൈ ബ്ലൂ ആയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാകും. അതിൻ്റെ സെയിം റീസൺ തന്നെയാണ്, റെയിലേ സ്കാറ്ററിങ് തന്നെയാണ് മൂൺ റെഡായിട്ട് കാണാനായിട്ടുള്ള റീസണും. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സോളാർ എക്ലിപ്സ് അറിയാമല്ലോ, ലൂണാർ എക്ലിപ്സ് അറിയാമല്ലോ. ഇതേപോലെ സണ്ണും എർത്തും മൂണും ഒരേ ലൈനിലായിട്ട് വരും. പക്ഷേ എർത്ത് ആയിരിക്കും നടുക്ക് വരുന്നത്. അപ്പോൾ ഈ എർത്തിൻ്റെ ആ ഒരു ഷാഡോ വിൽ ബി കാസ്റ്റ് ഓൺ ദി മൂൺ. അപ്പോൾ ഈ മൂണിലേക്ക് ഇത് കാസ്റ്റ് ആവുന്ന സമയത്ത് at one point this moon will be completely under the shadow of the earth. അതിനെയാണ് ഈ അംബ്ര റീജിയൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ്ലി അണ്ടർ ദ ഷാഡോ റീജിയനാണ് അംബ്ര റീജിയൻ എന്ന് പറയുന്നത്. പാർഷ്യലി ഉള്ളതിനെയാണ് നമ്മൾ പെനംബ്ര എന്ന് പറയുന്നത്. ജസ്റ്റ് കേട്ടിരുന്നാൽ മതി. അപ്പോൾ ഈ ബ്ലൂ ലൈറ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേവ് ലെങ്ത് കുറവാണ്. അപ്പോൾ വേവ് ലെങ്ത് കുറവായതുകൊണ്ട് തന്നെ അത് ഒരുപാട് സ്കാറ്റർ ചെയ്ത് പോയി കളയും. പക്ഷേ ആ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് സണ്ണ് മൊത്തത്തിൽ ഈ എർത്ത് ബ്ലോക്ക് ചെയ്യുന്നില്ല, കുറച്ചൊക്കെ വരും. അപ്പോൾ ആ ബാക്കി വരുന്ന ലൈറ്റ് സ്കാറ്റർ ചെയ്ത് പോയതിന് ശേഷം ബാക്കിയുള്ളത് ഹയർ വേവ് ലെങ്ത് ആയിട്ടുള്ള റെഡ് കളറാണ്. അപ്പോൾ ആ റെഡ് കളർ ലൈറ്റ് മൂണിലേക്ക് വീഴുമ്പോൾ കൊണ്ടാണ് നമുക്ക് മൂണിനെ റെഡ് കളറായിട്ട് കാണുന്നത്. നമുക്കറിയാം മൂൺ ഡസ് നോട്ട് എമിറ്റ് എനി ലൈറ്റ്. സണ്ണിൽ നിന്ന് വരുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് വൈറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോമ്പിനേഷൻ ഓഫ് വിബ്ജിയോർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ബ്ലൂ വരെയുള്ളത് സ്കാറ്റർ ചെയ്ത് പോകുന്ന സമയത്ത് റെഡ് ആണ് പ്രൊഡോമിനൻ്റ്ലി ഉള്ളത്. അതുകൊണ്ട് മൂണിലേക്ക് തട്ടുമ്പോഴാണ് അത് റെഡ് കളറായിട്ട് കാണുന്നത്. അല്ലാതെ വലിയ നമ്മൾ ഈ ഗോസിപ്പ് പറയുന്ന പോലത്തെ അന്ധവിശ്വാസം പോലത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇതാണ് സയൻറ്റിഫിക്കലി ഉള്ള റീസൺ. അപ്പോൾ ദിസ് ഇസ് ദി റീസൺ വൈ ഇറ്റ് ഹാപ്പൻ ആൻഡ് ഐ ഹോപ്പ് യു സോ ദിസ് സ്റ്റഫ്. ഇറ്റ് വാസ് വെരി നൈസ്. രാത്രി 11 മണിക്കായിരുന്നു. പിന്നെ നമുക്ക് അടുത്ത ആർട്ടിക്കിളിലേക്ക് പോവാം. അധികം സമയമില്ല, ഞാനിങ്ങനെ പറഞ്ഞു കുറേ പോവുകയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ECIനെ കുറിച്ചാണ് നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് പർട്ടിക്കുലറി ഒരു ഇഷ്യൂവിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് നമ്മൾ പറയുകയാണ്. SIRനെ കുറിച്ച് നമുക്ക് ഒരുപാട് നമ്മൾ വായിച്ചതാണ്. ബീഹാറിൽ SIR നടക്കുന്നു, അതിനകത്ത് വന്ന ഡെലീഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ദിസ് ആസ് എന്താ പറയുക, ഇതിനകത്തൊക്കെ എല്ലാ സ്ഥലത്തും ദ ECI ഈസ് നോട്ട് ടേക്കിംഗ് എ പ്രൊആക്റ്റീവ് റോൾ. പലരും കോർട്ട് തന്നെ നഡ്ജ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ പബ്ലിഷ് ചെയ്യണം. അതായത് നമ്മൾ കണ്ടിരുന്നു ഡേറ്റയൊന്നും
കൃത്യമായിട്ടുള്ള രീതിയിൽ വെളിവിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനകത്തൊക്കെ കോടതി വന്ന് ഇടപെട്ടിട്ട് പറയുമ്പോഴാണ് അവർ രീതിയിൽ ആക്ഷൻസ് എടുക്കുന്നതും ഒക്കെ ചെയ്യുന്നത്, ആധാറൊക്കെ ഇനേബിൾ ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കുറേ കൂടെ ട്രസ്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡെമോക്രസി ഫംഗ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ECI ഷുഡ് ബി പ്രൊആക്റ്റീവ്ലി ടേക്കിംഗ് ദി സ്റ്റെപ്സ് റാദർ ദാൻ അതേഴ്സ് പുഷിംഗ് ദി ECI ടു ഡു ദ സ്റ്റെപ്സ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ബിക്കോസ് ആബ്സെൻസ് ഓഫ് മെക്കാനിസം ടു അലോ ഇൻഡിപെൻഡൻറ്റ് ടെസ്റ്റ് ഇറ്റ് ഇസ് ആക്ച്വലി എ ഫോൾട്ട് ലൈൻ അലോങ് വിച്ച് ദി ട്രസ്റ്റ് ഡെഫിസിറ്റ് ബിറ്റ്വീൻ ദി പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ECI ഹാസ് ഗ്രോൺ. കാരണം ഇതിനകത്ത് വരുന്ന ഒരുപാട് കാര്യങ്ങളിനകത്ത് നമ്മൾ ഈ പറഞ്ഞ് ചെയ്യിക്കുന്നത് കൊണ്ട് ഒരു വെരിഫയബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കുന്നില്ല. ആൻഡ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിന് റിയാക്ട് ചെയ്യുന്നു ECI, പക്ഷേ അതിന് പ്രൊആക്റ്റീവ്ലി അതിനെ മുൻകൂട്ടി കണ്ട് കാര്യങ്ങളൊന്നും ശരിയാക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ആക്ച്വലി ഒരു കേസ് പറയുന്നുണ്ട്. ആ കേസിനെ കുറിച്ച് ഇന്നലെ ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. അലാന്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് കർണാടകയിൽ ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോം 7 കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഫോം 7 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ഫോം 7 എന്നുള്ള കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഇതിനകത്ത് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഫോർ ഇൻക്ലൂഷൻ ഉണ്ടെങ്കിലോ, അതായത് ഇലക്ട്രൽ റോളിൽ പേര് ഇൻക്ലൂഡ് ചെയ്യാൻ എന്തെങ്കിലും ഒബ്ജെക്ഷൻ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള സാധനത്തിനകത്ത് എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ കൊടുക്കേണ്ട ഒരു ആപ്ലിക്കേഷനാണ് ഫോം 7 എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുടെയൊക്കെയോ പേരിൽ ആരൊക്കെയോ ഫോം 7 ഫില്ല് ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു 6000-ഓളം വോട്ടുകൾ അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് പേര് ഡിലീറ്റ് ചെയ്യാൻ പോയിരുന്നു. നിയർലി ഗോട്ട് ഡിലീറ്റഡ്. പക്ഷേ അങ്ങനെയല്ല, നിയർലി ഗോട്ട് സ്റ്റോളൻ അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നതുകൊണ്ട് 2024 ഇലക്ഷൻ സമയത്താണ് ഇത് കണ്ടെത്തുന്നത്. അപ്പോൾ 2023 കേട്ടോ, 2023 അസംബ്ലി ഇലക്ഷൻ്റെ സമയത്താണ്. അപ്പോൾ അവിടുത്തെ റിട്ടേണിംഗ് ഓഫീസറിന് ഒരു കംപ്ലയിൻറ്റ് കിട്ടുകയും അത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് ഏകദേശം 6000-ഓളം ഇങ്ങനത്തെ ഫോം 7 ആപ്ലിക്കേഷൻസിൽ ഓൺലി 24 വെയർ ഫോം ജെനുവിൻ. ബാക്കിയുള്ള ഏകദേശം ഒരു 6000 സംതിങ് ഉള്ള ഇതിനകത്ത് 5994 അത് ആരൊക്കെയോ ചെയ്തതാണെന്നുള്ളതായിരുന്നു വെരിഫൈ ചെയ്തപ്പോൾ വന്നത്. അപ്പോൾ അതൊന്നും തന്നെ റിമൂവ് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ ഒരു ഇഷ്യൂവിൽ ഇൻവെസ്റ്റിഗേഷൻ അപ്പം സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ ഇത്രയും വർഷമായിട്ടും 2023 സ്റ്റാർട്ട് ചെയ്ത സാധനം ദേ കൂടെ വോട്ടഡ് ഇൻ ദ 2023 ഇലക്ഷൻ, പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ റിമെയിൻസ് ഓപ്പൺ ടു ദിസ് ഡേറ്റ്. അപ്പോൾ ഇതിന് വേണ്ട ഒരു ടെക്നിക്കൽ ഇൻഫർമേഷൻ ECI ഇപ്പോഴും പുറത്ത് വിടുന്നില്ല. ആ പുറത്ത് വിടാത്തത് കൂടെ കാരണം ചേർത്തിട്ടാണ് ആക്ച്വലി ഈ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു എഡിറ്റോറിയൽ. അപ്പോൾ അതിൻ്റെ കണ്ടക്സ്റ്റ് പറയാൻ വേണ്ടി ഇന്നലത്തെ ഒരു ആർട്ടിക്കിളും എടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇത് ആരൊക്കെയോ ചെയ്ത ഒരു കൃത്രിമമാണ്, ഒരു ഇലക്ഷൻ മാനിപ്പുലേഷനാണ്. അപ്പോൾ അതിനെ സോൾവ് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതോരിടത്ത് എത്തിയിട്ടുമില്ല. എന്നിട്ട് ഈ ഒരു സാധനത്തിന് അഡ്രസ്സ് ചെയ്യാനായിട്ട് ECI ഒന്നും ചെയ്യുന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു ട്രസ്റ്റ് ഇൻ ദി ഇലക്ട്രൽ സിസ്റ്റം ദാറ്റ് വി ഹാവ് ബീൻ ഡിസ്കസിങ് ഫോർ സോ ലോങ് അതിനേക്ക് ഇറോഡ് ചെയ്യുന്നതാണ്. സോ ECI മസ്റ്റ് ബി, ഇലക്ഷൻ കമ്മീഷൻ മസ്റ്റ് ബി പ്രോ ആക്റ്റീവ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ കച്ചത്തീവ് ഇഷ്യൂ, ഇത് ആക്ച്വലി ഒരു 2 years ബിഫോർ ഭയങ്കര കത്തി നിൽക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നു, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയ്ശങ്കർ പറയുന്നു. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായി. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിജയ്, തമിഴ് ആക്ടർ, ഹി ഹാസ് സ്റ്റാർട്ടഡ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. അപ്പോൾ പുള്ളി കണ്ടസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇതിൻ്റെ ഒരു ഇഷ്യൂ ആക്കി മാറ്റി കച്ചത്തീവിനെ തിരിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആർ വി ക്വാളിഫൈഡ് ടു ഗെറ്റ് ദാറ്റ് ബാക്ക് എന്നുള്ള കാര്യമാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യം കച്ചത്തീവ് എവിടെയാണ് എന്നുള്ള കാര്യം നോക്കുക. നമുക്കറിയാം, ഇത് ഇന്ത്യ, ശ്രീലങ്ക, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കുള്ള ഈ ഗ്യാപ്പിലാണ് കച്ചത്തീവ് ഉള്ളത്. ഈ സ്ഥലത്ത് ജഫ്ന എന്ന് പറയുന്നത് നമ്മുടെ ശ്രീലങ്കയിലെ നോർത്തേൺ മോസ്റ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ് നമ്മൾ ജഫ്ന എന്ന് പറയുന്നത്. അതിൻ്റെ അടുത്തായിട്ട് വരും ഈ കച്ചത്തീവ് എന്ന് പറയുന്നത്, നമ്മുടെ രാമേശ്വരത്തിൻ്റെ ഒക്കെ അടുത്താണ്. അതുപോലെ തന്നെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരിതാണ് ഈ ഡെൽഫ്റ്റ് ഐലൻഡ് എന്ന് പറയുന്നത്. അതും എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത്, ബിക്കോസ് UPSCക്ക് ലൊക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ദീസ് റീജിയൻസ് വിച്ച് ആർ ഇൻ കൈൻഡ് ഓഫ് ലൈക്ക് എ ഡിസ്പ്യൂട്ട് ഓർ എ കോൺഫ്ലിക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് അനുരകുമാര ദിസനായികെ, അദ്ദേഹം അവിടെ പോയി വിസിറ്റൊക്കെ നടത്തിയിരുന്നു. ഇത് ആക്ച്വലി ഒരു അൺഇൻഹാബിറ്റഡ് ആയിട്ടുള്ള, അവിടെ ആൾതാമസം ഒന്നും ഇല്ലാത്തൊരു ഐലൻഡാണ് ഈ ജഫ്ന പെനിൻസുല. ജഫ്ന റീജിയൻ എന്ന് ഏകദേശം ഒരു വളരെ അടുത്താണ്, 33, നമ്മൾ ആ മാപ്പിൽ തന്നെ കാണുന്നുണ്ട്, 33 നോട്ടിക്കൽ മൈൽസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂനകത്ത് റിട്രീവ് ചെയ്യണം എന്നൊക്കെ വിജയ് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാക്ക്ഡ്രോപ്പിലാണ്, ബിക്കോസ് ഇറ്റ് ഇസ് എ സോവറിനിറ്റി ഇഷ്യൂ ഫോർ ശ്രീലങ്ക. അവരുടേതായിട്ടുള്ള പാർട്ടായിട്ട് ഇന്ത്യ തന്നെ പണ്ട് റെക്കഗ്നൈസ് ചെയ്തതാണ് ഒരു അഗ്രിമെൻറ്റ് പ്രകാരം. 1974-ലും 76-ലുമായിട്ട് ഇൻ്റർനാഷണൽ മാരിടൈം ബൗണ്ടറി ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും നമ്മുടെ സോവറിനിറ്റി ഫോർ ദിസ് കച്ചത്തീവ് ബിലോങ്സ് ടു ശ്രീലങ്ക എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു. അത് ചെയ്തൊരു സാധനത്തിന് നമ്മളിങ്ങനെ മീൾക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ദ പ്രസിഡന്റ് ഈസ് ആക്ടിങ്. അവരുടെ സോവറിൻ ലാൻഡ് അല്ലേ, അപ്പോൾ അവിടെ കുറച്ച് ടൂറിസം ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനും പിന്നെ ഈ നിയർ ബൈ ഡെഫ്റ്റ് ഐലൻഡിലൊക്കെ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് അവർ ഇപ്പോൾ കൊണ്ടുവന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇത് ന്യൂസിലേക്ക് വന്നത്. ഇതൊരു ബാരൻ ആയിട്ടുള്ള ഐലൻഡാണ്, അവിടെ ഡ്രിങ്കിങ് വാട്ടറോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് ഇഷ്യൂ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഇതിൻ്റെ ഒരു സമ്മപ്പ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഇന്ത്യൻ ഫിഷർമെൻ ഉണ്ടല്ലോ,
ബേസിക്കലി തമിഴ്നാട് ഫിഷർമെൻ. അപ്പോൾ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ബോട്ടം ട്രോളിംഗ് എന്ന് പറഞ്ഞൊരു പ്രാക്ടീസ് ഉണ്ട്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോട്ടം ട്രോളിംഗ്, അതായത് വലിയൊരു എന്താ പറയുക ക്രെയിൻ്റെ പോലത്തെ ഒരു സംഭവം പോലെ വെച്ചിട്ട് തന്നെ, ക്രെയിൻ അല്ല, ദേ ആർ യൂസിങ് എ വെരി മാസീവ് ഫിഷിംഗ് നെറ്റ്, എന്നിട്ട് ആ കടൽ മൊത്തത്തിൽ അങ്ങോട്ട് വാരും. അപ്പോൾ അതിനകത്തുള്ള ഒരുപാട് ഫിഷിനെയാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫിഷ് മാത്രമല്ലാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരും, അവിടുത്തെ എക്കോസിസ്റ്റം ഒക്കെ ഡാമേജ് ചെയ്യും. അങ്ങനെ ഒരു ബോട്ടം ട്രോളിംഗ് പ്രാക്ടീസ് ആക്ച്വലി വലിയ എക്കണോമിക്കൽ ഇതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് വലിയ ക്യാച്ച് കിട്ടുമ്പോൾ അത്രയും പ്രോഫിറ്റ് ഉണ്ടാവുമല്ലോ, പക്ഷേ അത് അത്രത്തോളം എൻവയൺമെൻറ്റിന് ഡാമേജിങ്ങുമാണ്. ഇത് ആക്ച്വലി ശ്രീലങ്കയിൽ എന്താ ചെയ്യുക, അവർ ബാൻ ചെയ്തിട്ടുള്ളൊരു പ്രാക്ടീസാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ സൈഡ് ഓഫ് ദി ബോർഡറിൽ ഇവർ ബോട്ടം ട്രോളിംഗ് ചെയ്ത് അവിടെ അധികം ഫിഷ് കിട്ടാറില്ല. അങ്ങനെ കിട്ടാതെ വരുമ്പം അവർ ഈ പെനിൻസുലാർ റീജിയനിലേക്ക് പോകും, അതായത് ശ്രീലങ്കൻ റീജിയനിലേക്ക് പോകും. എന്നിട്ട് അവിടെ നിന്ന് ഈ ബോട്ടം ട്രോളിംഗ് വഴി ഫിഷിങ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ജഫ്ന റീജിയൻ വളരെ പൂറാണ്. അവർ തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ത്യൻ ഫിഷർമെൻ അവിടെയും കൂടെ പോയി ഈ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ബോട്ടം ട്രോളിംഗ് ചെയ്യുന്ന സമയത്ത് അത് അവരുടെ ലൈവ്ലിഹുഡിനെ എഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മെയിൻലി ഇഷ്യൂ വരുന്നത്. അപ്പോൾ ഇത് കാരണമാണ് ഇത് വരുന്നത്. ബട്ട് നമുക്ക് ഇത് ഒരിക്കലും ചോദിക്കാവുന്ന ഒരു കാര്യമല്ല. വി മസ്റ്റ് നോ വെരി വെൽ ദാറ്റ് ഇറ്റ് ഇസ് എ ഫാർ ഫെസ്റ്റ് ടാസ്ക് ഫ്രം എ മോസ്റ്റ്ലി ഫ്രണ്ട്ലി നെയ്ബർ. ഇന്ത്യ ശ്രീലങ്കയുമായിട്ട് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് തരണം എന്നൊക്കെ പറയുന്നതിനകത്ത് കാര്യമൊന്നുമില്ല. മാത്രമല്ല നമ്മൾ സുപ്രീം കോടതിനകത്തും പറഞ്ഞിട്ടുണ്ട്, ഇഫ് ഇന്ത്യ ഹാസ് ടു റിട്രീവ് എൻ ഐലൻഡ് ബിലോങ്ങിങ് ടു ശ്രീലങ്ക വി ഹാവ് ടു ഗോ ടു വാർ എന്നുള്ള കാര്യം. ഇതിനകത്ത് ഒരു കാര്യം കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നമുക്ക് നമ്മൾ ഈ ഒരു അഗ്രിമെൻറ്റിനകത്ത് ഈ കച്ചത്തീവ് നമ്മൾ ഈ ശ്രീലങ്കയിലേക്ക് കൊടുത്ത സമയത്ത് തന്നെ വാഡ്ജ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയ ഇന്ത്യക്ക് സോവറിനിറ്റി ഉള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. കന്യാകുമാരിക്ക് അടുത്താണ് ഇത് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പ്ലേസസ് ഇൻ ന്യൂസ് എന്നുള്ള രീതിക്ക്. പിന്നെ നമുക്ക് ഒരു ചെറിയൊരു കാര്യം നോക്കണം. ഇത് നമ്മൾ വിൽ ബി ഡിസ്കസിങ് ഇൻ ഓൺ അനദർ ഡേ ഇൻ ഡീറ്റെയിൽ, ലൈക്ക് ഹൗ ഇറ്റ് വർക്ക്സ് എന്നുള്ള സംഭവം. അർലേക്കർ നമ്മുടെ ഗവർണറാണ്. ഹി ഹാസ് പുട്ട് എന്താ പറയുക, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് സ്റ്റേറ്റ് അസംബ്ലി പാസ് ചെയ്ത ഒരു ബില്ലിനെ പ്രസിഡന്റിൻ്റെ കൺസിഡറേഷനിൽ വിട്ടേക്കാണ്. വേറൊന്നുമല്ല, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലെ കേരളത്തിലേക്ക് അലോ ചെയ്യുക. ഇപ്പം ആസ് ഓഫ് നൗ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഇല്ല, കോളേജസ് ഉണ്ട്, പക്ഷേ യൂണിവേഴ്സിറ്റീസ് ഇല്ല. അപ്പോൾ അതിനെ അലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് അത്. പക്ഷേ കെയർഫുള്ളി അത് ലൈക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് ഹാസ് ഗോട്ട് ഇൻ എ ഷോക്ക് ബിക്കോസ് ദാറ്റ് വാസ് കെയർഫുള്ളി ഡ്രാഫ്റ്റഡ് ഇൻ ലൈൻ വിത്ത് ദി UGC റെഗുലേഷൻസ് ഒക്കെ ചെയ്തിട്ടാണ് ഇത് ചെയ്തത്. എന്നിരുന്നിട്ട് പോലും മാത്രമല്ല ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിവിഷൻസ് അസംബ്ലിയിൽ പാസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ചെയ്തത്? ഒരുപാട് സേഫ് ഗാർഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് അഫിലിയേറ്റിംഗ് കോളേജസിനൊന്നും അങ്ങനെ അധികം ചെയ്യാൻ പറ്റില്ല. ഒരു യൂണിവേഴ്സിറ്റി ആണെന്നുണ്ടെങ്കിൽ ആ യൂണിവേഴ്സിറ്റി പോലെ തന്നെ ഫംഗ്ഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഇക്വിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഇക്വിറ്റബിൾ ആയിട്ടുള്ള ഒരു സംഭവം വേണ്ടാൻ വേണ്ടിയിട്ട് ഒരു 40% റിസർവേഷൻ കേരളയിലുള്ളവർക്ക് കൊടുക്കണമെന്നും, മാത്രമല്ല SC/ST ആളുകൾക്ക് ഈ ഫീ വേവർ വേണമെന്നും, സ്കോളർഷിപ്സ് കൊടുക്കണമെന്നുള്ള ഒരുപാട് കാര്യങ്ങൾ. അതായത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് ഒരുപാട് കൂടുന്നുള്ളൊരു കൺസേൺ ഉണ്ടല്ലോ, അതൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ടൊരു ബില്ലായിട്ട് പോലും ഗവർണർ പ്രസിഡന്റിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടി വെച്ചു. അപ്പോൾ അത് അത്ര എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യത്തിനെ കുറിച്ചാണ് ന്യൂസ് വന്നത്. ആക്ച്വലി ഐ വോണ്ട് ടു ഡിസ്കസ് ദിസ് പാർട്ട് ഓഫ് ദിസ് സ്റ്റോറി ഓൾസോ, പക്ഷേ റൈറ്റ് നോ വി ഡോണ്ട് ഹാവ് ദ ടൈം. സോ അതുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്യുന്നില്ല, വേറൊരു ദിവസം എടുക്കുന്നതായിരിക്കും. ഓക്കെ, എന്താണ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നുള്ള സംഭവം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇന്നലത്തെ ലാസ്റ്റ് പേജിൽ ഹിന്ദുവിൽ വന്നതാണ്, ദ പിക്ചേഴ്സ് ഇൻ ഫ്രെയിം എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പത്താനീസ് എന്ന് പറഞ്ഞിട്ട്. ഇത് നമുക്ക് ഒരു ട്രൈബലാണ്. അപ്പത്താനി ട്രൈബ് എവിടത്തെയാണെന്നുള്ള കാര്യം നമുക്ക് നോട്ട് ചെയ്യണം. അരുണാചൽ പ്രദേശിലാണ്. സോ ദേ ആർ ആക്ച്വലി ഇൻ ന്യൂസ് ഫോർ എ വെരി ഡിഫറെൻറ്റ് റീസൺ. അവരുടെ കൾച്ചറൽ പ്രാക്ടീസ് ആണ് ഈ മൂക്കിൽ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്മമ്മ പോലെ ഒരു വുഡൻ ക്ലിപ്പിനെ പോലെ അവർ അതിനകത്ത് വെക്കും. അത് അവരുടെ ഒരു സിമ്പിൾ, കൾച്ചറൽ സിമ്പിളാണ്. ബേസിക്കലി ഇത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലുള്ള പ്രാക്ടീസാണ്. ഈ പുറത്തു നിന്നുള്ള ഇൻവേഡേഴ്സിൽ നിന്ന് അവരുടെ വിമനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ ചെറിയൊരു ലെസ് അട്രാക്റ്റീവ് ആവുമല്ലോ. അപ്പോൾ ആണുങ്ങളൊന്നും കണ്ണു വെക്കില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിമനെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ചെയ്തതാണ്. ഇപ്പോൾ അവിടുത്തെ അമ്മമ്മമാർ മാത്രമേ ഇതൊക്കെ ചെയ്യാറുള്ളൂ, കൂടുതൽ പേര് ചെയ്യാറില്ല. ഇതിനെ ഇന്ത്യ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടുണ്ട്. അതുകൂടെ നമ്മൾ ഓർക്കണം. ഇതിപ്പോഴും അവരുടെ കൾച്ചറിൻ്റെ പാർട്ടാണെന്നുണ്ടെങ്കിലും ഇതിനെ നമ്മൾ ബാൻ ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഹാസ് ബീൻ ആക്ച്വലി ബാൻഡ്. ആൻഡ് ഇപ്പോഴത്തെ ഓൾഡർ വുമണിന് മാത്രമേ ഇത് കൺസിഡർ ആയിട്ടുള്ളൂ, ബിക്കോസ് ദേ കൺസിഡർ ഇറ്റ് ആസ് ഓണറബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇറ്റ് വാസ് ബാൻഡ് ഇൻ ദി early 1970s ബിക്കോസ് പുറത്തൊക്കെ പോകുമ്പോഴത്തേക്ക് വിമൺ അവരുടെ ഓപ്പർച്യൂണിറ്റീസിനൊക്കെ കുറവായി വരുന്നു ഇങ്ങനെയൊക്കെ കാണുന്ന സമയത്ത്. അപ്പോൾ ഇപ്പോഴത്തെ സോഷ്യൽ കണ്ടക്ഷനിൽ ഇതില്ല. ബട്ട് സ്റ്റിൽ വാട്ട് യു ഹാവ് ടു നോ ഇസ് അപ്പത്താനി ട്രൈബ്സ് ബിലോങ്സ് ടു അരുണാചൽ പ്രദേശ് റീജിയൻ എന്നുള്ള കാര്യം മാത്രം. അപ്പോൾ ദിസ് ഇസ് ഓൾ ദാറ്റ് വി ഹാഡ് ടു ഡിസ്കസ് ടുഡേ. നമുക്ക് ജസ്റ്റ് ബ്രീഫായിട്ട് നമുക്ക് റീക്യാപ്പ് ചെയ്യാം നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് കണ്ടതെന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ GST റിഫോംസിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഒരുപാട് നാളായിട്ട് നമ്മൾ കാണുന്നതാണ്. ബട്ട് സ്റ്റിൽ വി ഡിസ്കസ്ഡ് വാട്ട് ഓൾ ഇറ്റ് ഇസ്. അതുപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു ആർട്ടിക്കിൾ കണ്ടതാണ്, ബെയിൽ ഇസ് ദ റൂൾ ആൻഡ് ജയിൽ എന്ന് പറയുന്നത് ഇസ് എൻ എക്സെംഷൻ. ഇത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരിതാണ്, പക്ഷേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇറ്റ് ഇസ് നോട്ട് ബീങ് ഫോളോഡ് എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ ബ്ലഡ് മൂണിൻ്റെ കാര്യം കണ്ടു. We saw the scientific explanation behind how it is, and ഇത് ടോട്ടൽ ലൂണാർ എക്ലിപ്സ് നടക്കുന്ന സമയത്ത് മാത്രമേ
ഇത് ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്, നമ്മുടെ അപ്പത്താനി ട്രൈബ്സിനെ കുറിച്ച് നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞു. ഇത് അരുണാചൽ പ്രദേശിലാണ് ആക്ച്വലി അവർ ഉള്ളത്. അതുപോലെ തന്നെ നമ്മൾ ECIയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനെക്കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ, ആ ഇഷ്യൂ എന്താണെന്നുള്ള കാര്യം, ബിക്കോസ് യു മേ നോട്ട് അണ്ടർസ്റ്റാൻഡ്. പിന്നെ നമ്മൾ കച്ചത്തീവ് ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞു. ഇറ്റ് ഈസ് ആക്ച്വലി ബിറ്റ്വീൻ ശ്രീലങ്ക ആൻഡ് ഇന്ത്യ എന്നുള്ള കാര്യം. അപ്പോൾ ഇത്രയാണ് നമുക്ക് നോക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഗവർണർ റിസർവ് ചെയ്യുന്ന ബിൽസ് റിസർവ് ചെയ്യുന്ന കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറെ ദിവസം എടുക്കാം. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദി സെഷൻസ്. നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നേരത്തെ വിട്ടുപോയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ നമുക്ക് മാക്സിമം കവർ ചെയ്യാൻ നോക്കാം കേട്ടോ. ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻസ് പ്ലീസ് ടു കമൻറ്റ് ഓൺ ദി ടെലഗ്രാം ഗ്രൂപ്പ് ഫോർ ദി ഇഗ്നൈറ്റ് സ്റ്റുഡൻസ്, ഓർ ദി യൂട്യൂബിൽ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾസോ കമൻറ്റ് ഇൻ ദി കമൻറ്റ് ബോക്സ്. സോ ഹോപ്പ് യു ഹാവ് എ ഗുഡ് ഡേ അഹെഡ്. താങ്ക് യു സോ മച്ച്. ബൈ.